നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ 10ാം ദിവസം, അതായത് ആറാട്ട് ദിവസത്തിന്റെ പ്രത്യേകതകളാണ് കേട്ടോ പറയുന്നത്. അന്നത്തെ ദിവസവും ഇതുപോലെ പള്ളിവേട്ടയുടെ ദിവസം പോലെ തന്നെ ഗുരുവായൂരപ്പന്റെ ദീപാരാധന ചടങ്ങ് വരുന്നത് കൊടിമരത്തിന്റെ ചോടെയാണ്. ശാന്തിയേറ്റ കീഴ്ശാന്തി തന്നെയാണ് അന്നും ഗുരുവായൂരപ്പന് ദീപാരാധന കാണിക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ഗ്രാമപ്രദക്ഷിണത്തിന് അന്നത്തെ ദിവസവും ഭഗവാൻ എഴുന്നള്ളാറുണ്ട്. എന്നാൽ പള്ളിവേട്ട ദിവസത്തിനേക്കാൾ കുറച്ചധികം നേരം മേളം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ ആറാട്ട് ദിവസത്തെ മേളം കുറച്ചധികം നേരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഭഗവാന്റെ ആ ഗ്രാമപ്രദക്ഷിണം 6 മണിക്ക് തുടങ്ങി 9:30 കഴിഞ്ഞിട്ടേ അകത്തേക്ക് പ്രവേശിക്കാറുള്ളൂ. അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പന് ആറാട്ടാണ്. ഈ ആറാട്ടിന്റെ സമയത്ത് ഭഗവാന് മഞ്ഞൾ ആറാടുന്നുണ്ട് ഒരു ചടങ്ങ് കേട്ടോ. ഈ മഞ്ഞള് പ്രത്യേകം തയ്യാറാക്കുന്നത് വാര്യന്മാരുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. അവര് ഉണക്കി പൊടിച്ച് നേരെയാക്കിയിട്ടുള്ള മഞ്ഞള് എല്ലാം കൂടി ഒരു കുടത്തിലാക്കി ആ കുടവും കൊണ്ട് ഒരു കീഴ്ശാന്തി ഉണ്ണി ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് ആനപ്പുറത്ത് മഞ്ഞൾ കുടവും കൊണ്ട് കയറണം എന്നാണ് നിയമം. ഇത് ആദ്യമായിട്ട് കയറുന്ന ഒരു കീഴ്ശാന്തി ഉണ്ണി ആയിരിക്കണം. ഈ വർഷം അത് കൃഷ്ണദേവിനാണ് ആ നിയോഗം കിട്ടിയിരിക്കുന്നത്. അത് വലിയ 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 സന്തോഷമാണ് കേട്ടോ. എൻ്റെ പ്രത്യേക സന്തോഷമാണത്. കൃഷ്ണദേവിന്റെ 10ാമത്തെ പിറന്നാളിന്റെ നാഴിക തുടങ്ങുന്ന സമയത്താണ് ആ ഒരു വലിയ ഭാഗ്യം കൃഷ്ണദേവിന് കിട്ടാൻ പോകുന്നത്. അതെന്നെ ഒരു വലിയ വലിയ സന്തോഷം. എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും അതിനുശേഷം ആ മഞ്ഞളിലാണ് ഗുരുവായൂരപ്പന് ആറാട്ട് നടക്കുന്നത്. മഞ്ഞൾ മാത്രമല്ല, ഇളനീരഭിഷേകവും ഭഗവാന് നടക്കാറുണ്ട്. ഈ ഇളനീരിന്റെ കഥയുണ്ട്, കിട്ടയുടെ കഥ അല്ലേ? അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, കിട്ടയുടെ ഇളനീരിന്റെ കഥ. ആ ഇളനീര് ഇപ്പോൾ ഭക്തജനങ്ങളായ നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ. ഈ ഇളനീരഭിഷേകവും കഴിഞ്ഞ് ആറാട്ടും കഴിഞ്ഞ് അന്നത്തെ ദിവസം ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ നടക്കുന്നത് ഭഗവതിക്കെട്ടിലാണ്. രാത്രിയിലാണോ ഉച്ചപൂജ എന്ന് ചോദിച്ചാൽ അന്നത്തെ ദിവസം രാത്രിയിലാണ് ഉച്ചപൂജ. അന്നത്തെ ദിവസം നേരം വൈകിട്ടാണ് ഭഗവാന്റെ നട തുറക്കുക എന്ന് പറഞ്ഞില്ലേ. പന്തിരടി പൂജ വരെയുള്ള ചടങ്ങുകൾ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ ദീപാരാധനയാണ്. അതിനുശേഷം പിന്നെ ഉച്ചപൂജ ഭഗവതിക്കെട്ടിലാണ്. വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഭഗവതി അമ്മയുടെ കൂടെ ഭഗവാൻ ഉച്ചപൂജയ്ക്ക് നിവേദ്യം സ്വീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഭഗവതിയമ്മയും ഭഗവാനും ഒത്തൊരുമിച്ച് ചേർന്ന് ഉച്ചപൂജ നടത്തുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഉച്ചപൂജ സ്വീകരിക്കുന്നു എന്ന ചടങ്ങും കൂടി ഈ ആറാട്ടിന്റെ പ്രത്യേകതയാണ്. അതിനുശേഷം 11 പ്രദക്ഷിണം ക്ഷേത്രത്തിന് ഉണ്ട്. ഈ 11 പ്രദക്ഷിണം ആനപ്പുറത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കൊടിയിറക്കം. ഈ കൊടിയിറക്കത്തിന്റെ സമയത്ത് നമ്മൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു നിമിഷം ഇത്തിരി വിഷമാവാറുണ്ട്. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ് വേണമല്ലോ നമ്മുടെ ഗുരുവായൂരപ്പന്റെ തിരു ഉത്സവം ആവാൻ എന്ന്.